ദേവഗുരു ബൃഹസ്പതിയുടെ മകനായിട്ടുള്ള കജൻ മൃതസഞ്ജീവനി മന്ത്രം പഠിക്കാനായിട്ട് ശുക്രാചാര്യരുടെ അടുത്ത് ശുക്രാചാര്യർക്ക് മൃതസഞ്ജീവനി മന്ത്രം അറിയാമെന്നും അതുകൊണ്ട് അസുരന്മാർ അജയരായിരിക്കുന്നത് അതുകൊണ്ടാണെന്നും മനസ്സിലാക്കി അത് പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ശുക്രാചാര്യരെ കാണാനായിട്ട് വരുന്നതാണ് ആദ്യത്തെ ഭാഗം. അവിടെ വന്ന് ശുക്രാചാര്യരെ കാണുന്നു. ശുക്രാചാര്യരെ ആരാണെന്ന് ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഉപദേശിച്ച് വഴി പോലെ മൃതസഞ്ജീവനി പഠിപ്പിക്കാം എന്ന് പറയുകയാണ്. അപ്പോഴല്ല അതിന് സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ ആശ്രമം ചുറ്റിക്കാനാണ്. കജൻ ആശ്രമം മുഴുവൻ ചുറ്റിക്കാനാണ്. ഞാൻ ഈ കഥകളി വയസ്സിലാണ് പറഞ്ഞത്. ആട്ടത്തിൽ അവിടെ കുറച്ച് ആട്ടമുണ്ട്. ആ ആശ്രമ പരിസരം ആശ്രമത്തിന്റെ വിശേഷം കാണിക്കുന്ന ആട്ടമുണ്ട്. ശിഖിനിശലഭം എന്നുള്ള ആട്ടമാണ് അവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ശത്രുതകളൊക്കെ അകന്ന് ശത്രുതകളില്ലാത്തൊരു സ്ഥലമായിട്ടാണ് അത് കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു പിക്ചോറിയസേഷനാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണത്. കാരണം ശത്രുതകൾ നമുക്ക് സങ്കല്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ അത് വരച്ച് കാണിക്കാൻ ആശാൻ വളരെ ഭംഗിയായിട്ട് വരച്ച് കാണിക്കും. ആ ശത്രുതകളില്ലാത്ത ഒരു ബദ്ധശത്രുക്കളായിട്ടുള്ള ജന്മശത്രുക്കളായിട്ടുള്ള മൃഗങ്ങൾ പോലും അവിടെ വളരെ സൗഹാർദ്ദത്തോടു കൂടി വസിക്കുന്നു എന്നുള്ളൊരു കാഴ്ച അത് വളരെ വിശദമായിട്ട് കാണിക്കും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അതിനനുസരിച്ച് പൊക്കോളും. പിന്നെ അത് കഴിഞ്ഞാൽ കഥ നേരെ ഇതിപ്പോൾ ഇവിടെ പഠനം തുടങ്ങാന്ന് വെച്ച് അവിടെ പഠിക്കുമ്പോൾ ശുക്രാചാര്യന്റെ മകള് ദേവയാനി വന്നിട്ട് കഥനെ കാണാണ്. കഥനോട് പ്രേമാഭ്യർത്ഥന നടത്തുന്നു. കഥൻ ഇപ്പം അതിനുള്ള സമയമല്ല, പഠിക്കാനുള്ള സമയമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ഗുരു കോപിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഗുരുവിനെ ഞാൻ എന്ത് പറഞ്ഞാലും ഗുരു കേൾക്കും എന്ന് പറഞ്ഞു. അപ്പൊ കഥനൊരു ചെറിയൊരിതുണ്ട്. അങ്ങനെ ഇവിടെ വശത്താക്കിയാൽ പെട്ടെന്ന് സഞ്ജീവനി പഠിക്കാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കഥൻ പിന്നെ ഇവളുടെ കൂടെ കളിച്ചു രസിക്കുകയാണ്. കുറച്ചു നേരം ഇങ്ങനെ കളിച്ചു രസിക്കും. അത് കഴിഞ്ഞ് ആ കളികളും കുറച്ചിങ്ങനെ വിസ്തരിച്ച് കാണിക്കും. അപ്പൊ അതും ഓരോന്നിങ്ങനെ അത് മനസ്സനുസരിച്ച് ഓരോന്നിങ്ങനെ പശുവിനെ കിടക്കുക, അതുപോലെ നൃത്തം ചെയ്യുക, മൃദംഗ വായന, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവില്ല. വീണ വായിക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഒരു ശരഭഞ്ജരം സ്റ്റൈലാണ്. ആശാൻ തന്നെ പറഞ്ഞാൽ ശരഭഞ്ജര സ്പിരിയുടെ ഒരു സ്റ്റൈലാണ് ഇപ്പം ഉണ്ടാവുന്നത്. അപ്പം അത് കഴിഞ്ഞ് നേരെ കജൻ പോവുകയാണ്. കജൻ പോകുമ്പോൾ പിന്നെ കാണിക്കുന്നത് ഒരു സുഖേതു കാട്ടാളൻ നിന്നിട്ട് കജൻ പശുവിനെ വെച്ച് വരുന്നത് കാണുന്നു. അപ്പോൾ സുഖേതുവിൻ്റെ അവിടെ കുറച്ചൊരു ആട്ടമുണ്ട്, മനോഹരമായ ആട്ടമുണ്ട്. അത് എഴുതി കാണിക്കേണ്ട ആ സമയത്ത്. എന്നിട്ട് സുഖേതു ഇപ്പോൾ ഈ കജൻ പറഞ്ഞ ഒറ്റയ്ക്ക് വരുന്നത് കാണും. ഇവനെ ഗുരുവിൻ്റെ അടുത്ത് പഠിച്ചാൽ ശരിയാകില്ല എന്ന് തോന്നിയിട്ട് ഇവനെ വധിക്കണം എന്ന് തോന്നിയിട്ട് ഇവനെ പല പ്രാവശ്യം വധിച്ചതാണ്. പക്ഷെ വധിച്ചിട്ടുണ്ടെങ്കിലും മൃതസഞ്ജീവനി വേണ്ടി ഗുരു ജീവിപ്പിച്ചു. ഇനി അത് ഉണ്ടാവാൻ പാടില്ല എന്ന് ഉറപ്പിച്ച്. അപ്പം അത് ഒക്കെ വേണ്ടി പറഞ്ഞു പോലും കാണിക്കുന്നില്ല. അത് ഇതിനുമുമ്പ് മരിച്ചു തോന്നും. ഇനി ഇത് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് കൊന്നിട്ട് അവനെ പിടിച്ച് കൊന്നതിന് ശേഷം മൃതദേഹം വെട്ടി നുറുക്കി മദ്യത്തിലാക്കി ശുക്രാചാര്യനെ പിടിക്കാൻ കൊടുക്കും. ഇത് ശുക്രാചാര്യനെ പിടിക്കും. അപ്പൊ ഈ ഭാഗത്ത് ഒരു ദണ്ഡകമാണ്. ദണ്ഡകം എന്ന് പറഞ്ഞാൽ ശ്ലോകത്തിൽ കഴിക്കാൻ പറ്റാത്തതും കുറച്ച് നീണ്ട കഥാസന്ദർഭം പറ്റുന്നതുമായിട്ടുള്ള ഭാഗത്തെയാണ് ദണ്ഡകത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ദണ്ഡകത്തിലാണ് ഈ കാട്ടാളത്തിനെ ഒന്ന് ഇതാക്കി കൊണ്ടുവരുന്നതും കാട്ടാളെ കൊണ്ട് കൊടുക്കുന്നത്. ആ കൊണ്ടിരുന്ന ഒരു പഞ്ചാരി തളത്തിലാണ് എഴുതി കാണിക്കുമ്പോൾ മനസ്സിലാവും. കാണുമ്പോൾ നമുക്കൊരു ഭംഗി ഉണ്ടാവുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞാൽ ഇത് കുടിച്ചു കഴിയുമ്പോൾ ദേവയാനി കണ്ണിനെ കാണാനില്ല എന്ന് പറഞ്ഞ് വിളിച്ച് വരുമ്പോൾ ഇതിങ്ങനെ അവസാനം ശുക്രാചാര്യക്ക് മനസ്സിലാവുമ്പോൾ അകത്തുണ്ടെന്ന് മൃതസഞ്ജീവനി ചൊല്ലി. അപ്പൊ തിരിച്ച് അച്ഛനെ വേണോ അതോ കജനെ വേണോ എന്ന് ചോദിക്കും. അപ്പോൾ രണ്ടുപേർക്കും ഒരു അപകടം ഉണ്ടാവാണ്ട് രക്ഷപ്പെടണം എന്നാണ് ദേവയാനി പറഞ്ഞത്. അപ്പോൾ ശുക്രാചാര്യ മൃതസഞ്ജീവനി പഠിപ്പിച്ച് അതിനെ ജയിപ്പിച്ചിട്ട് കജനെ മൃതസഞ്ജീവനി പഠിപ്പിക്കും. എന്നിട്ട് ശുക്രാചാര്യന്റെ വയറ് പിളർന്ന് കജൻ പുറത്തേക്ക് വന്ന് മൃതസഞ്ജീവനി ശുക്രാചാര്യൻ ജീവിക്കും. പിന്നെ മൃതസഞ്ജീവനി പഠിച്ചു. ഇനി അച്ഛനടുത്തേക്ക് പോവാണ് പറഞ്ഞ് കജൻ പോകും. കജന് പോകാൻ അനുമതി കൊടുക്കും. കജൻ പോകുമ്പോൾ പിന്നെയാണ് വളരെ വികാരഭരിതമായിട്ട് വളരെ ഒരു ഇതായിട്ടുള്ള ഒരു രംഗം. സുന്ദരകളെന്താന്ന് പറഞ്ഞ് ദേവയാനി വന്ന് കജനെ കാണും. അവിടെയാണ് സുന്ദരകളെന്നുള്ള പദം. ദേവയാനി കജനെ കണ്ട് കജനോട് വിവാഹം കഴിക്കണം താമസിക്കണം എന്ന് പറയും. കജൻ പറയും അങ്ങനെ പറ്റില്ല. കാരണം കജൻ ശുക്രാചാര്യന്റെ വയറിൽ കിടന്നതുകൊണ്ട് ഒരു സഹോദരിയായിട്ടേ കാണാൻ പറ്റുള്ളൂ. നിന്നെ ഒരു സഹോദരിയായിട്ട് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പോകും. അപ്പൊ നിനക്ക് പഠിച്ചതൊന്നും ഉപകാരപ്പെടാണ്ട് പോട്ടെ എന്ന് ദേവയാനി ശപിക്കും. അപ്പൊ ബ്രഹ്മകുലത്തിൽ ആരും നിന്നെ വിവാഹം കഴിക്കാതെ പോട്ടെ എന്ന് തിരിച്ച് കജന് ശപിക്കും. അങ്ങനെ ഒരു ശാപമായിട്ട് അങ്ങനെ ഒരു ഇതില് പിരിയുക. അത്രയാണ് കഥാസന്ദർഭം കാണിക്കുന്നത്. അപ്പൊ ദേവയാനി സ്വയംവരം കജദേവയാനി എന്നതിന്റെ പേര് പറയാറുണ്ട്. ഇത്രയും ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാവരും ഇതിന് സൈഡിലൊരു സഹായമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. ഇവിടെ കാണാൻ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നോക്കുക. പരമാവധി
എഴുതി കാണിക്കും.